അപ്പോൾ ഫ്രണ്ട്സ്, വെള്ളിയാനി വിശേഷങ്ങളുമായിട്ടുള്ള മറ്റൊരു മിനി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഈ മിനി വ്ളോഗായിട്ട് അവതരിപ്പിക്കുന്ന രീതിയിൽ കുറച്ച് മാറ്റങ്ങൾ വേണം പറഞ്ഞ കുറച്ച് ആൾക്കാർ എന്നോട് പറഞ്ഞിരുന്നു. അടുത്ത സുഹൃത്തുക്കളും, അതായത് അച്ചടി ഭാഷ പോലെയാണ് പറയുന്നത്, കാര്യങ്ങളൊക്കെ എവിടെയോ നോക്കി വായിക്കുന്ന പോലെയാണ്, അത് വല്ലാത്ത രീതിയിൽ ഒരു ലാഗിങ് അവിടെ അനുഭവപ്പെടുന്നത് പറഞ്ഞായിരുന്നു. എത്രത്തോളം നമ്മൾ മികച്ചാകാൻ ശ്രമിക്കുമ്പോഴും അതിലൊരു പാകപ്പിഴകൾ എന്തായാലും ഉണ്ടാവും. എന്നാലും എൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് എന്നാൽ കഴിയാവുന്ന രീതിയിൽ ക്ലിയർ ആക്കാൻ ഞാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് മടങ്ങി വരാം. പൂച്ചക്കുന്ന് മഹേഷ് ഇന്നലെ രാമസാരഥിയെ ചുമതലയേറ്റതിനെ കുറിച്ചാണല്ലോ നമ്മൾ പറഞ്ഞു നിർത്തിയത്. മഹേഷിലേക്ക് എത്തിച്ചേർന്നത് തീർത്തും ഈസി ആയിട്ടുള്ളൊരു നടപടിക്രമമായിരുന്നില്ല എന്ന് വേണം കരുതാൻ. കാരണം ദേവസ്വം പ്രസിഡന്റ് ബിനോയേട്ടനുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നും ആനക്കാരനെ തിരഞ്ഞെടുക്കുന്നതിൽ ഒരു വ്യക്തമായ ചില കാഴ്ചപ്പാടുകൾ അദ്ദേഹത്തിനുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. കാര്യങ്ങൾ വളരെ കൃത്യതയോടെ അവലോകനം ചെയ്ത് നടപ്പിലാക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, വരുന്ന ആനക്കാരൻ അത് ഭാവിയിലേക്ക് കൂടി മുതൽക്കൂട്ടാകുന്ന രീതിയിലുള്ള ഒരു ആനക്കാരനായിരിക്കണം. ഇപ്പൊ എല്ലാം തികഞ്ഞ ഒരു ആനക്കാരെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ആനക്കാരൻ എന്നല്ല, ഏതൊരു മനുഷ്യനായാലും അദ്ദേഹത്തിന്റെ അതിൻ്റെതായ ഒരു പാകപ്പിഴകൾ അല്ലെങ്കിൽ ന്യൂനതകൾ ഉണ്ടായിരിക്കും. എങ്കിലും പേരാമംഗലം വെള്ളിയാനി എന്ന ആ ഒരു പ്രതിഭാസത്തെ കൊണ്ടു നടക്കുവാൻ ഭാവിയിലേക്കും വേണ്ട പോലെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് പക്വതയോടെ കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു ആനക്കാരനായിരിക്കണം എന്നുള്ള കാര്യത്തിൽ അദ്ദേഹം ഒരു ഉറച്ച തീരുമാനം എടുത്തായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു.